താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നോട് പറയിപ്പിക്കണ്ട. ചാടിത്തുള്ളി അകത്തേക്ക് വന്ന ഭാര്യയെ നോക്കിയ അയാൾ. ആശാനെ! ആശാന്റെ വീടിന് മുറ്റത്ത് വണ്ടി നിർത്തിയിറങ്ങി ഉമ്മറത്തിണ്ണയിൽ നിന്ന് വിളിച്ചു ഭദ്രൻ. അകത്തുനിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. മുൻവശത്തെ വാതിൽ തുറന്നാണ് കിടക്കുന്നത്. തിണ്ണയിൽ നിന്നും കുഞ്ഞു ഉമ്മറത്തേക്ക് കയറിയവൻ വാതിൽ തട്ടാൻ കയ്യോർത്തിയപ്പോഴേക്കും അകത്തുനിന്നൊരു ശബ്ദം. ആരാ? വാതിൽ പാടുകൾ ഇരുവശത്തേക്കുമായി തുറക്കപ്പെട്ടു. അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങിയതേയുള്ള അവളുടെ നീണ്ടു മെലിഞ്ഞ കഴുത്തിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണിൽ എഴുതിയ കൺമഷി പൂർണ്ണമായും മാഞ്ഞിട്ടില്ല. ഇരുനിറമാണെങ്കിലും നല്ല മുഖഭംഗി. അവളുടെ നീണ്ട മൂക്കിൻ തുമ്പിലെ മൂക്കുത്തിയും തിളങ്ങി. വലിയ പീലി നിറഞ്ഞ കണ്ണുകൾ. എന്താ സ്കാനിങ് കഴിഞ്ഞോ? ഒട്ടും മയമില്ലാത്തൊരു ചോദ്യം. അത് പിന്നെ ജീവിതത്തിൽ ആദ്യമായി അവളുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്ന് പതറി ഭദ്രൻ. ആശാനെ കാണാൻ വന്നാ? ഉമിനീരിറക്കിക്കൊണ്ട് പറഞ്ഞവൻ. മാമ ടൗണിലേക്ക് പോയതാ, ഇപ്പൊ വരില്ല. അമ്മായി ഡോക്ടറെ കാണിക്കാനാ പോയത്. അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആശാന്റെ ആരാ? അവൾ ആരാണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചവൻ. അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മാമ ഒന്ന് ആരാണെന്ന് പറയണം. തന്റെ ഇടത്തോടെയുള്ള അവളുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവന്. വലിയ വീട്ടിൽ ഭദ്രം വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓ, പറഞ്ഞേക്കാം. നല്ലോണം കിട്ടി പോയിച്ചിട്ടുണ്ടല്ലോ. തിരുമാവെന്നാണെന്ന് പറയാല്ലേ? ഭദ്രനെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞവൾ. എടീ, നിനക്ക് ഭദ്രനെ ശരിക്കും അറിയില്ല. വിരൽ ചൂണ്ടി അവളോട് പറഞ്ഞവൻ. താൻ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. 6 അടിയിൽ മസിലും പെരുപ്പിച്ച് നടന്നാൽ പേടിക്കുന്നവരെ താൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പേടിക്കില്ല. ഒന്ന് പോടൂ. ആദ്യമായൊരു പെണ്ണിൽ നിന്ന് അപമാനിതനായവൻ. അവളെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞടന്നവൻ. ശരീരവേദന മറന്നവൻ ഉമ്മർത്തും ചാടിയിറങ്ങിയപ്പോൾ നടുമിഞ്ഞതുപോലെ ഞെളിഞ്ഞു നിന്നുപോയി. അറിയാതെ നടുവിൽ പിടിച്ചുകൊണ്ട് വിളിച്ചുപോയവൻ. ഞാൻ പറഞ്ഞില്ലേ വെറുതെ മസിൽ പെരുപ്പിക്കണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞുകൊണ്ട് അവൾ വേദന കൊണ്ട് ഞെളി നിൽക്കുന്നവന്റെ അടുത്തേക്ക് ചെന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവന്റെ നടുവിനും പിൻകഴുത്തിലും പിടിച്ചുകൊണ്ട് എന്തോ ഒരു മായാജാലം കാണിച്ചു. ഒരു നിമിഷം കൊണ്ട് വേദന മാറി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. നടുവെട്ടിയതാ, ഇപ്പൊ ശരിയായി കാണും. പക്ഷെ ശരീരത്തിനേറ്റ ചതവ് മാറണമെങ്കിൽ ശരിക്കും തിരുമ്മി ചികിത്സിക്കേണ്ടി വരും. ഇപ്പൊ ചെന്നാട്ടെ. അവനെ നോക്കി കളിയാക്കി പറഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോയി. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുമ്പോഴും അവന്റെ മനസ്സിൽ ആ കരിനീലമിഴികൾ തെളിമയോടെ നിന്നിരുന്നു. ആരായിരിക്കും ഇവൾ? ആ ചോദ്യം അവന്റെ മനസ്സിനെ അലട്ടി. മണ്ണിട്ട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കേശവന്റെ അയൽവാസിയായ ചെത്തു വാസു സൈക്കിളിൽ വരുന്ന കണ്ടത്. ഡോ, ഒന്ന് നിന്നേ. ബുള്ളറ്റ് ഒതുക്കി നിർത്തി ഭദ്രൻ. ഓ, എന്താ ഭദ്രൻ കുഞ്ഞേ? ചോദിച്ചുകൊണ്ട് വേഗം സൈക്കിൾ നിർത്തി തലയിൽ കെട്ടിയ തോർത്തുകൊണ്ട് അഴിച്ചൊന്ന് കുടഞ്ഞ് തോളിലിട്ട് അയാൾ ഭവ്യതയോടെ അവന്റെ അടുത്തേക്ക് വന്നു. കേശവനാശാന്റെ വീട്ടിലേതൊരു പെണ്ണ്. മുഖവരിയിലാ ചോദിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ലൈറ്റർ എടുത്ത് കൊളുത്തിയവൻ. അതോ, നമ്മുടെ കോൺവെന്റ് സ്കൂളിൽ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ. ആശാന്റെ പെങ്ങളുടെ മകൾ ഗൗരി. ഒരാഴ്ചയായി സ്കൂളിൽ പോകുന്നു. കരാട്ടെ മാത്രമല്ല, അത്യാവശ്യം കളരിയും മർമ്മ ചികിത്സയൊക്കെ വശമുണ്ടെന്നാ കേട്ട്. തൻ്റെ ഇടിയാ. ആരെയും വകവെക്കാത്ത പ്രകൃതം. നമ്മുടെ ഇല്ലത്തെ ചെക്കനായിട്ട് എന്തോ വാക്കുകൾക്ക് ഉണ്ടായിട്ട് ഒന്ന് മർമ്മത്തിൽ കൊടുത്തത്രേ. ചെക്കന് മൂത്രം പോകാൻ ദിവസങ്ങളെടുത്തു എന്നാ കേട്ട്. ശബ്ദം കുറച്ച് കറ പിടിച്ച പല്ലിന് മൊത്തം പുറത്ത് കാണിച്ച് വാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വലിച്ചുകൊണ്ടിരുന്ന ചുമ ശിരസിൽ കയറി ചുമച്ചു ഭദ്രൻ. അറിയാതൊന്നും ആ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കേണ്ട കേട്ടോ കുഞ്ഞേ. പോകുന്ന വഴിക്ക് പൊക്കോട്ടെ, മാരണം. ഭദ്രന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ട് വാസു മുന്നറിയിപ്പ് നൽകി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ ചെല്ല്. പിന്നെ നാളെ രാവിലെ ചെത്തഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊടുത്തേക്കണം. ഗൗരി. അവൻ ആ പേര് മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അറിയാത്ത പുള്ള ചൊറിയുമ്പോഴറിയും. ആരോടെന്നില്ല ആ പറഞ്ഞുകൊണ്ട് വാസു സൈക്കിൾ ചവിട്ടി കടന്നുപോയി. സേവി നേരെ പോയത് ബാറിലേക്കായിരുന്നു. ജോസൂട്ടി അങ്കിളിന്റെ ഒപ്പം പോയതുകൊണ്ട് ആ കമ്പനിയിലായിരുന്നു കൂട്ടിന്. സേവിയെ കണ്ടപ്പോൾ തന്നെ പതിവ് ബ്രാൻഡ് മുന്നിലെത്തിച്ച സപ്ലയർ. കഴിക്കാൻ എന്നാ ഉള്ളു? നന്നായി വിശപ്പ് തോന്നിയവന്. പൊറോട്ടയും ബീഫ് എടുക്കട്ടെ? എന്നതേലും എടുത്തേച്ച് വാടക എടുക്കാം. സേവി കുപ്പിയുടെ അടപ്പൊന്ന് അടിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു. മുന്നിലിരുന്ന ഗ്ലാസ്സിലേക്ക് പകർത്തി സോഡയും ഐസും ഇട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു. തൊണ്ടക്കുഴിയിലൂടെ വഴിയറിയിച്ചുകൊണ്ട് ആ ദ്രാവകം ഇറങ്ങിപ്പോയി. ഒന്ന് കണ്ണടച്ച് തുറന്നുകൊണ്ടവൻ ആ ലഹരി ആസ്വദിച്ചു. ഒന്നുകൂടി ഗ്ലാസ് നിറഞ്ഞു പൊങ്ങി. കഴിക്കാൻ കൊണ്ടുവന്നോടെ കുടി നിർത്തി. കഴിച്ചെഴുന്നേറ്റ് സേവി ബിൽ പേ ചെയ്ത് കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഫോൺ എടുത്ത് മൂർത്തി അങ്കിളിനെ വിളിച്ചു. അങ്കിൾ, നാളെ ഉച്ചക്കുമ്പോൾ എനിക്ക് ഒരു 15 ലക്ഷം രൂപ വേണം. ഒരു കണക്ക് എടുക്കാനുണ്ട്. എന്താ? കാതോട് ചേർത്ത് വെച്ച് ഫോണിൽ നിന്ന് എടുത്തു നോക്കിയ മൂർത്തി. എന്താടോ, കാശിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ചെവി അടിച്ചു പോയോ? എനിക്ക് എന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ തന്റെ അനുവാദം വേണ്ട. എന്നാലും ചോദിച്ച് ചെയ്യണം തോന്നി. കാരണം വേറൊന്നുമല്ല, എന്റെ അമ്മച്ചി അങ്ങ് പോകുമ്പോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു പോയതുകൊണ്ടും മാത്രം. സേവ് ചെയ്ത് പറഞ്ഞപ്പോൾ അവന്റെ തൊണ്ടയിടറിപ്പോയത് മനസ്സിലാക്കിയ മൂർത്തി. അതിന് അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. നിനക്ക് എത്ര പണം വേണമെങ്കിലും എടുക്കാം. നിന്റെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ഞാൻ. ഇത്ര വലിയൊരു തുക ഇന്നുവരെ നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നുണ്ട്, ഇത്ര വലിയ തുക നീ എന്തിനാണ് ചോദിക്കുന്നതെന്ന് അറിയണം എനിക്ക്. നിന്റെ ആവശ്യം ന്യായമുള്ളതാണെങ്കിൽ ഉറപ്പായും തന്നിരിക്കും. ആവശ്യം അറിയാതെ പണം എടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിനക്ക് ദഹിക്കില്ലെന്നറിയാം. എനിക്കത് അറിഞ്ഞേ മതിയാവും.
നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വരാം, നേരിട്ട് സംസാരിക്കാം. മൂർത്തി പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അവനെ. കാരണം അറിയാതെ കാശേരിയില്ല അപ്പോ അല്ലേ? സേവി ചോദിച്ചു. നീ കുടിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. നാളെ രാവിലെ ഓഫീസിൽ കാണാം. കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ ഫോൺ വെച്ച് മൂർത്തി. തന്റെ പെട്ടത്തലയുണ്ടല്ലോ, അടിച്ചു പൊട്ടിക്കും ഞാൻ. വെച്ചോ, അങ്കിളെന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കേണ്ടതിനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിട്ടവൻ ആടിക്കുഴഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് ചെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. നല്ല ഫിറ്റല്ലേ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചോദിച്ച ജോസൂട്ടി. ഫിറ്റാണ്. ഇന്നെന്താ നേരത്തെ? എന്നാലും സേവിക്ക് പെട്ടെന്ന് 15 ലക്ഷത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ജോസൂട്ടിയെ. നെറ്റിയിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ച മൂർത്തി. 15 ലക്ഷോ? ബ്രേക്കിൽ കാലമർന്നവന്റെ. ഡാ, മൂർത്തി വിളിച്ചുപോയി. പിന്നിൽ വന്നൊരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ഒരു ഇടി ഒഴിവായി. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ആ വണ്ടിക്കാരൻ പറഞ്ഞുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. സെലീന പണി തുടങ്ങിയോ? ചോദിച്ചു പോയി ജോസൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇനിയും ആവശ്യം കൂടും. നീ അവനെ മര്യാദക്ക് പറഞ്ഞു മനസ്സിലായിക്കോ. ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതേണ്ട നീ. മൂർത്തി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദൂതിട്ട് വല്ല കാര്യമുണ്ടോ? കാറ് വീണ് നീ തുടങ്ങി. എന്നെ ഓഫീസർക്ക് നീ വിട്ടോ. പണം എന്തിനാന്നൊക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ. കണ്ണീ കണ്ട പെണ്ണുങ്ങൾ കൊടുക്കാനുള്ള കാശ് കാഞ്ഞിരത്തിങ്ങൾ സ്ഥാപനത്തിൽ ഇല്ലെന്നുകൂടി പറഞ്ഞേക്ക് അവനോട്. മൂർത്തിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഒന്ന് സമാധാനിക്കാങ്കളെ, ഞാൻ ചോദിക്കട്ടെ? ആദ്യം പുള്ളി എവിടെയാണെന്ന് അറിയണ്ടേ? ഞാൻ വിളിക്കാം. ജോസൂട്ടി ആശ്വസിപ്പിച്ചു. സേവി നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. കാറ് നിർത്തി ആടിക്കൊണ്ട് ഇറങ്ങിയവൻ. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ വേഗം വാതിൽ തുറന്ന് ഏലിയാമ്മച്ചി. സീറ്റ് ഔട്ടിലേക്ക് കയറുന്നതിനിടെ അവന്റെ കാലും തെറ്റി. കുഞ്ഞേ, അവനെ പിടിക്കാനാഞ്ഞവർ. ഏയ് വേണ്ട ഏലിയാമ്മച്ചി, നിങ്ങൾക്ക് എന്നെ താങ്ങാനുള്ള ത്രാണിയൊന്നുമില്ലെന്നേ. ആര് നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് നേരെന്നവൻ. കുഞ്ഞെ, എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ല മോനെ. അവരുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ അവന്റെ ഉള്ളൊന്ന് കാളി. സേവിക്ക് ആരാ ഉള്ളത്? ആരുമില്ലല്ലോ, പിന്നെ നശിച്ചാലെന്നാ? ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നവൻ. അല്ല, അവരില്ലേ ഇവിടെ? തങ്കച്ചി, എന്റെ അമ്മച്ചിയുടെ താരിയർത്തവർ. ചുറ്റും നോയി തിരിഞ്ഞുപോയി ചോദിച്ചവൻ. ഇല്ല, ഇളയാങ്ങളെ വന്നിരുന്നു, അവരുടെ കൂടെ പോയി. നന്നായി, അങ്ങനെ അങ്ങ് കെട്ടിയെടുത്താൽ മതിയായിരുന്നു. ബാക്കിയുള്ളവർക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുമായിരുന്നു. പറഞ്ഞുകൊണ്ട് ആടിയാടി സ്റ്റെയർ കയറി പോകുന്നവനെ നെടുവീർപ്പോടെ നോക്കിയിരുന്ന ഏലിയാമ്മച്ചി. റൂമിൽ ചെന്നപാടെ ബെഡിലേക്ക് വീണവൻ. ചുമരിലിരിക്കുന്ന അമ്മച്ചിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കിടന്നവൻ. അവന്റെ ചെന്നിയിൽ കൂടിയ തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങി. കേട്ടോ അമ്മച്ചി, ഒരു പാവ അമ്മയ്ക്ക് വാക്ക് കൊടുത്തേച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചു പോയ ആളുടെ കാശ് തന്നില്ലെങ്കിൽ ഉറപ്പായും ഞാൻ അയാൾ എന്തെങ്കിലും ചെയ്തു പോകും കേട്ടോ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും സേവി. എന്തായാലും എനിക്ക് തന്നെ അനുഭവിക്കാനുള്ളതല്ലേ. എടുത്താൽ മുടിഞ്ഞു പോകത്തൊന്നുമില്ല. ഇനി അഥവാ മുടിഞ്ഞു പോയാലും ആ നഷ്ടം സഹിക്കും. എന്നാലും അവനെ പോലെ തെണ്ടിക്ക് അവളെ കൊടുക്കില്ല. അതെന്റെ വാശിയാ. എന്ന് വെച്ചാൽ എനിക്ക് അവളെ കെട്ടാനൊന്നുമില്ല കേട്ടോ. കിടന്നിടന്ന് ചാടി എഴുന്നേറ്റ് അമ്മച്ചിയുടെ ഫോട്ടോ കയ്യെത്തിച്ചെടുത്ത് ആ ഫോട്ടോയിലൊന്ന് മുത്തി. അവൾക്ക് അവന് ഒട്ടും ചേരില്ല അമ്മച്ചി. ഇഷാനി പുറമേ കാണിക്കുന്ന ജാട മാത്രമേ ഉള്ളൂ, അതിന് ഉള്ളു ശുദ്ധ. അമ്മച്ചിയുടെ സേവിയെ പോലെ. ഫോട്ടോ നെഞ്ചിൽ വെച്ച് ബെഡിൽ മലർന്നു കിടന്ന സേവി. ആ കിടപ്പിൽ കിടന്ന് ഉറങ്ങിപ്പോയവൻ. ജോസൂട്ടി റൂമിൽ വരുമ്പോഴും സേവി അതേ കിടപ്പിൽ തന്നെയാണ്. ഇടത് കൈ കൊണ്ട് ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടവൻ. ആ കാഴ്ച കണ്ടപ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞു. ഏറെ മനസ്സിന് സഹിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ കൂട്ടുവരുമ്പോൾ മാത്രമാണ് സേവി ഇങ്ങനെ അവൻ കാണാറുള്ളത്. സേവിയുടെ കൈ ഒന്ന് ഇടിവിച്ച് ഫോട്ടോ വാങ്ങി തിരികെ വെച്ചവൻ ആ ബെഡിൽ നിന്നുകൊണ്ട് സേവിയെ പതിയെ തൊട്ട് വിളിച്ചു. സേവിച്ച, സേവിച്ച. കണ്ണുകളൊന്നും ചിമ്മി തുറന്നവൻ. ആ നീയോ? ഞാനൊന്നും മയങ്ങിപ്പോയി പറഞ്ഞോണ്ട് സേവി എഴുന്നേറ്റിരുന്നു. ഇന്നെന്തായിരുന്നു കാരണം? ജോസൂട്ടി തലാഴ്ത്തിരിക്കുന്നവൻ നോക്കി ചോദിച്ചു. മൂർത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ ചോദിച്ചു ജോസൂട്ടി. എടാ, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു 15 ലക്ഷം കൊടുക്കാന്ന്. അവനുള്ള വാശിക്ക് തന്നെയാണ് ഏറ്റത്. കാശ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെ അവൻ കെട്ടുമെന്ന്. അങ്ങനെ ഇപ്പം അവളെ അവൻ കെട്ടണ്ട. ആർക്ക് വാക്ക് കൊടുത്ത കാര്യം പറയുന്നത്? കള്ളിന്റെ പുറത്ത് ഓരോന്ന് ഒപ്പിച്ചു വന്നിട്ട് രൂപ 1-2 അല്ല 15 ലക്ഷമാ. തലയിൽ കൈവച്ച് പറയുന്നവനെ നോക്കി സേവി. കള്ളിന്റെ പുറത്ത് പറഞ്ഞ വാക്കല്ലടാ. ഇഷാനിയുടെ അമ്മക്ക് വാക്ക് കൊടുത്ത കാര്യം പറഞ്ഞേ. ജോസൂട്ടി ഇത്തവണ ശരിക്കും ഞെട്ടി. എന്താണ് ഒരു സോഫ്റ്റ് ഓർഡറൊക്കെ? ഇഷാനി ചന്ദ്രശേഖർ ഹൃദയത്തിൽ കയറി കൊളുത്തിയോ? ചിരിച്ചുകൊണ്ട് ബെഡിൽ ചെരിഞ്ഞു കിടന്നവൻ ഒരു കയ്യിൽ തലതാങ്ങി കിടന്നുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടാ, ഉടക്കാൻ പറ്റിയ സാധനം. ശരിയൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞവൻ. അത്ര താഴ്ത്തി പറയണ്ട. ആ സെലീനേക്കാൾ 10 ഭേദം ഇഷാനി. അല്ല, അവളോട് കൂട്ടി പറയാൻ പോലും പറ്റില്ല ഇഷാനിയെ. അല്ല, അവളാണല്ലോ ലഹരി. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ജോസൂട്ടി. എടാ, അതൊക്കെ വിട്.
ആ മൂർത്തി ആളൊരുമാതിരി കയറാക്കുക. നീ പോയി ഒന്ന് സംസാരിക്കുക. സേവി ഗൗരവത്തിൽ അവൻ നോക്കി പറഞ്ഞു. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ജോസൂട്ടി കാര്യം തിരക്കി. അന്ന് രാവിലെ മുതലുണ്ടായ കാര്യങ്ങൾ സേവി അവനോട് പറഞ്ഞു. ഇഷാനിയുടെ അവസ്ഥ കേട്ടപ്പോൾ അവനും സങ്കടം തോന്നി. അങ്കിളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. കുടിച്ചിട്ട് പറയുന്ന കുഴപ്പം. ഞാൻ പോയി സംസാരിക്കാം. നാളെ രാവിലെ പൈസ അവൻ്റെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കണം ഇഷാനി. അങ്കിളെ കണ്ടിട്ട് വിളിക്കാം പറഞ്ഞുകൊണ്ട് ജോസൂട്ടി അവിടെ നിന്നും പോയി. മൂർത്തി സാറിനെ പോയി കണ്ട് വിവരങ്ങൾ പറഞ്ഞവൻ. അതായിരുന്നോ കാര്യം? ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നാളെ രാവിലെ പണം കൊടുക്കാം. സേവ് തന്നെ അവളെ കൂട്ടിപ്പോയിട്ട് കൊടുത്തിട്ട് വരട്ടെ. മൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോസൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് അയാൾ മേരിയമ്മയെ വിളിച്ചു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. സേവിയുടെ മനസ്സ് മാറി തുടങ്ങി മേരിക്കുഞ്ഞേ. ചിരിച്ചുകൊണ്ട് മൂർത്തി പറയുന്ന കേട്ട് ആ ചാരുകസയിൽ ചാരിക്കിടന്ന് മേരിയമ്മ ചിരിച്ചു. നടക്കും മൂർത്തി, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കും. അവൾക്ക് അവനോട്ടൊരു കടപ്പാടുണ്ടാകുന്ന നല്ലതാ. പിന്നെ സൂക്ഷിക്കണം, ഭദ്രം വെറുതെ ഇരിക്കില്ല. ഒന്നും പേടിക്കണ്ട. സേവിയുടെ അടുത്ത് വരുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും. നാളെ തന്നെ പൈസ കൊടുത്തേക്ക്. ഇനി ഞാൻ നീട്ടി വെക്കണ്ട. എൻ്റെ മോൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. മേരിയമ്മ പറയുന്ന കേട്ടൊന്ന് മൂളി നിർത്തി. രാവിലെ സേവി കൊടുക്കാനുള്ള പണവുമായി കാഞ്ഞിരത്തെങ്കിൽ വീട്ടിലെത്തി മൂർത്തി. സേവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അങ്കിൾ വാ ഇരിക്കെ. സേവി അയാളെ നോക്കി വിളിച്ചു. തങ്കച്ചി മൂർത്തിയെ നോക്കി മുഖം കറുപ്പിച്ചു. മൂർത്തി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സേവി ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്ന് കസേര വലിച്ചിട്ടിരുന്നു. കഴിക്കാം സേവി പറഞ്ഞപ്പോൾ മൂർത്തി അവനെ തടഞ്ഞു. വേണ്ട, കഴിച്ചിറങ്ങി. നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്. ബാങ്കിൽ പോയിട്ട് ഞാൻ ഫാക്ടറിയിലേക്ക് പോകും. ജോസൂട്ടി ഓഫീസിൽ പോട്ടെ. പണടങ്ങിയ ബാഗ് അവൻ്റെ വശത്തായി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ വന്നേക്കാം. ഇത് കൊടുക്കുക പോരാ, അത്ര തന്നെ. സേവി കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റു. അവനായിട്ട് ഉടക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങോട്ട് പോയി കയറില്ല, ഇങ്ങോട്ട് വന്നാൽ വിടുകയില്ല. എന്നെ അറിയാലോ. കൈയും മുഖവും കഴുകി തുറക്കുന്നതിനിടയിൽ പറഞ്ഞവൻ. എന്തോ പണത്തിന്റെ ഇടപാടാണെന്ന് മനസ്സിലായി തങ്കച്ചിക്ക്. അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നവരെ നോക്കി സേവി. പട്ടി മണം പിടിച്ച് നടക്കുന്നുണ്ട്. താനിരിക്കുന്നിടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നു പറയുന്നത് വെറുതെ അങ്കിളെ. മൂർത്തിയെ നോക്കി ഒറ്റക്കണ്ണടിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞവൻ. അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പോയി. മൂർത്തി കൊണ്ടുവന്ന ബാഗ് എടുത്ത് ജീപ്പിന്റെ കീ എടുത്ത് സേവി ഇറങ്ങി. എന്തിനാ മോളെ തല നനച്ച്? അടുക്കളയിലേക്ക് വന്ന് ഇഷാനിയെ നോക്കി ചോദിച്ചു അമ്മ. എന്നും കുളിച്ചിട്ട് ശീലായി പോയില്ലേ, അതുകൊണ്ടാ കുളിച്ച്. മുറിവ് നനച്ചിട്ടില്ല പറഞ്ഞുകൊണ്ട് അമ്മ ഉണ്ടാക്കി വെച്ച ചായ പാത്രത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തുകൊണ്ട് അടുക്കള വരാന്തയിലെ തിണ്ണയിൽ പോയിരുന്നു. ആ മോൻ വരുമായിരിക്കും അല്ലേ? അവിടെ അടുത്തായിരുന്നോണ്ട് ചോദിച്ചു അമ്മ. അറിയില്ല അമ്മേ, വേണ്ടായിരുന്നു എനിക്ക് തോന്നുക. ഇപ്പോൾ നമ്മളിനി എന്നും അയാളോട് കടപ്പെട്ടിരിക്കണ്ടേ? നാളെ ഭദ്രയായിട്ട് ആവശ്യപ്പെട്ട പോലെ അയാളും ആവശ്യപ്പെടുന്ന ആര് കണ്ടു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തോടെ പറയുന്ന അമ്മയെ നോക്കി വേദനയോടെ ഒന്ന് ചിരിച്ചു ഇഷാനി. എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാനിന്ന് ക്ലാസ്സിൽ പോകുന്നില്ല ചേച്ചി, എനിക്കും കൂടി വരണം. എൻ്റെ അച്ഛമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അവിടേക്ക് വന്നു. സേവി സാറ് വരുമെന്ന് ഉറപ്പില്ല മോളെ, വെറുതെ എന്തിനാ ലീവ് എടുക്കുന്നത്? നീ പോകാൻ നോക്കി കളിക്കാതെ. എനിക്ക് തോന്നുന്നു അമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞായിരിക്കുന്ന. അത്ര പണമൊന്നും ഇന്നലെ കണ്ട് പരിചയപ്പെട്ട് നമുക്ക് സഹായിക്കണമെന്നില്ല ആരും. ഇഷാനിയുടെ വാക്കിൽ പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഇല്ലായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോഡിൽ നിന്ന് നീട്ടിയുള്ള ഹോൺ കേട്ടത്. സേവിച്ചനായിരിക്കും സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയാണ് ആദ്യം ഓടിയത്. അമ്മ പറഞ്ഞ അവളുടെ മനസ്സിൽ സേവിയെക്കുറിച്ചൊരു രൂപമുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വന്നൊരു ദേവദൂതന്റെ രൂപം. സാറാണ് തോന്നുന്നു അമ്മേ. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സേവിച്ചനല്ലേ? മുകളിലത്തെ പടിയിൽ നിന്ന് റോഡിലേക്ക് നോക്കി ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നവനെ നോക്കി ചോദിച്ചു ശ്രീകുട്ടി. അവളുടെ സന്തോഷത്തോടെയുള്ള ആ വിളി കേട്ടപ്പോൾ അവന്റെ മനസ്സൊന്ന് കുളിർന്നു. അത്ര സ്വാതന്ത്ര്യത്തോടെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അവനെ വിളിക്കുന്നത്. അതേലോ ചിരിച്ചുകൊണ്ട് ബാഗ് എടുത്ത് ഒതുക്കുകൾ കയറി സേവി. ഞാൻ സേവിച്ചെന്ന് വിളിച്ചോട്ടെ? അവളൊന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയാണല്ലോ ഇപ്പോൾ വിളിച്ചത്. എന്താ ഇനിയൊരു അനുവാദം ചോദിക്കാൻ? എന്നോട് അടുപ്പുള്ള എല്ലാവരും അങ്ങനെയാ വിളിക്കാറ്. അതെ, എന്താ നമ്മുടെ പേര്? അവളുടെ തൊട്ടടുത്തായതുകൊണ്ട് ചോദിച്ചു സേവി. ശ്രീവേദ, എല്ലാവരും ശ്രീകുട്ടി എന്ന് വിളിക്കും നിറഞ്ഞ ചിരിയോട് അവൾ പറഞ്ഞു. കൊള്ളാം, നല്ല പേരാ. അല്ല ചേച്ചി അമ്മയോടെ? പോകുമ്പോഴത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവനെ ചോദിച്ചത്. ദാ വരുന്നു അടുക്കള മുറ്റത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ശ്രീകുട്ടി. സേവി കണ്ടു അമ്മയ്ക്ക് പിന്നാലെ വരുന്നവളെ. ആളുടെ മുഖമാകെ ചുവന്ന് കണ്ണുകൾ കലങ്ങി. എന്താണോ ഇത്? താനൊരു പുലിക്കുട്ടിയാണെന്ന് ഞാൻ കരുതിയത്. ദേ കിടക്കുന്ന അയ്യപ്പൻ വെള്ളത്തിൽ നർമ്മം കലർത്തി പറഞ്ഞുകൊണ്ട് ചിരിച്ചവൻ. മോനെ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഞങ്ങൾക്ക്. ദേ മതി, ഇനിങ്ങനെ പറയരുത് കേട്ടോ. ഇഷാനി പോയിട്ട് എളുപ്പം തിരക്കുണ്ട്. താവാ, നമുക്കിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. താനോനായിട്ടുള്ള കണക്കിന്നത്തോടെ തീർന്നു. ശ്രീകുട്ടി വരുന്നുണ്ടോ? ഭദ്രന്റെ വളിഞ്ഞ മുഖം കാണാൻ. ശ്രീകുട്ടിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സേവി ചോദിച്ചു. ചേച്ചി ഞാൻ വന്നോട്ടെ? ശ്രീകുട്ടി ഇഷാനിയെ നോക്കി. വേണ്ട, അവിടെ പോയാൽ നല്ലൊന്നായിരിക്കില്ല മാമിക്കും ഭദ്രനും പറയാനുണ്ടാകും. വെറുതെ കേട്ടിന് തന്നെ മനസ്സ് വിഷമിപ്പിക്കണ്ട. കേൾക്കാനുള്ള മുഴുവൻ ഞാൻ കേട്ടേക്കാം. സാറും വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നല്ല സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്, 25,000 രൂപ. പാതി പിടിച്ചിട്ട് തന്നാൽ മതി. കുറേശ്ശെ തന്നു തീർക്കാൻ ഈ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് കഴിയും. സാറിന്റെ കാശ് തന്നു തീർത്തിരിക്കും ഞാൻ. എത്ര കൊല്ലം വേണ്ടി വരുന്നറിയോ തന്നെ ശമ്പളം പിടിക്കുന്നത്? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. താനിപ്പോൾ എൻ്റെ കൂടെ വാ പറഞ്ഞുകൊണ്ട് സേവി തിരികെ നടന്നു. പോയിട്ട് വരാം.
എന്നേക്കുമായിട്ട് ആ ബന്ധം അവസാനിക്കും. അമ്മയ്ക്കും സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. അമ്മയെ നോക്കി പറഞ്ഞു ഇഷാനി. ജീവിതകാലം മുഴുവൻ നിന്റെ സങ്കടം കാണുന്നതിനേക്കാൾ നല്ലത് അമ്മ ഇപ്പൊ കുറച്ച് സങ്കടപ്പെടുന്ന തന്നെയാ. മോള് പോയിട്ട് വാ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. സേവി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. സേവി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മ വന്നുകൊണ്ട് മുൻ സീറ്റിലേക്ക് അവൾ കയറിയിരുന്നു. ആദ്യമായിട്ടാണ് അവൾ ജീപ്പിൽ കയറുന്നത്. പോവാം. ആള് നോക്കിയൊന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തവൻ. വഴി എനിക്കറിയത്തില്ല കേട്ടോ, എവിടുന്ന് ഒത്തിരി ഉണ്ടോ? സേവി ചോദിച്ചു. ഇല്ല, നേരെ പോയൊരു വളവുണ്ട്, വളവ് തിരിഞ്ഞാൽ ഇപ്പം മുന്നോട്ട് പോയാൽ മതി. ഇഷാനിയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിക്കുന്ന കണ്ട് സേവി. അവൾ ടെൻഷനിലാണെന്ന് മനസ്സിലായവന് നേരെ ജീപ്പ് വിട്ടവൻ. ഇഷാനി പറഞ്ഞ പോലെ വളവ് തിരിഞ്ഞൽപ്പം മുന്നിലേക്ക് പോയപ്പോൾ ഇഷാനി ഇടതുവശത്തേക്ക് കൈ ചൂണ്ടി. ആ കാണുന്ന വലിയ മതിൽക്കെട്ടുള്ള വീട്. ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി ആകെ നോക്കി സേവി. വലിയ 2 നില മാളികയാണ്. സ്വർണ്ണലിപിയിൽ മതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട് വലിയ വീട്ടിലെന്ന്. പേര് പോലെ തന്നെ വലിയ വീട് തന്നെയാണ്. പക്ഷെ വീടിന്റെ അത്ര വലിപ്പം മനസ്സിനില്ലാതെ പോയി. താൻ പിടിച്ചു, താൻ തന്നെ കൊടുക്കണത് അവന്, എനിക്കത് കാണണം. സേവിയുടെ സ്വരം വല്ലാതെ പതിഞ്ഞതായിരുന്നെങ്കിലും വല്ലാത്ത മൂർച്ചയുള്ള പോലെ തോന്നിയവൾക്ക്. ബാഗ് എടുത്തവൾ ഇറങ്ങി. ഗേറ്റ് ഇടന്ന് അവൾ പോകുന്ന നോക്കി ജീപ്പ് ഒതുക്കിയിട്ട് അവന് ഇറങ്ങി. അവൾക്ക് പിന്നാലെ ചെന്നു. ഇഷാനി സീറ്റ് ഔട്ടിലേക്ക് കയറിയിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി അവളും തിരിഞ്ഞു നോക്കി. അലക്ഷ്യമട്ടിൽ മുറ്റത്ത് നിൽക്കുന്നവനെ. മാമയാണ് വാതിൽ തുറന്ന്. സീറ്റ് ഔട്ടിൽ ബാഗുമായി നിൽക്കുന്ന ഇഷാനിയെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി അയാൾക്ക്. നാളെ ഏറെയായി ഇഷാനി ആ വീട്ടിലേക്ക് വന്നിട്ട്. മോളെന്താ രാവിലെ തന്നെ, നെറ്റിയിലെന്തു പറ്റി? ആളുടെ നെറ്റിയിലെ മുറിവ് കണ്ടപ്പോൾ ചോദിച്ചയാൾ. അതൊന്നുമില്ല മാമേ, ഒന്ന് വീണതാ. ഭദ്രേട്ടനില്ലേ ഇവിടെ? ആൾ അകത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ചോദിച്ചു. അവനുണ്ടല്ലോ, മോള് വാ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഭദ്രേട്ടനെ വിളിച്ചാൽ നന്നായിരുന്നു. അച്ഛൻ വാങ്ങിയ പണം കൊടുക്കാൻ വേണ്ടി വന്നതാ. ആൾ പറയുന്ന കേട്ടുകൊണ്ടാണ് സ്റ്റെയർ ഇറങ്ങി ഭദ്രം വരുന്നത്. അകത്ത് മുറിയിൽ നിന്നിറങ്ങി വന്ന മായാദേവി അത് വ്യക്തമായി കേട്ടു. ആ സ്റ്റെയറിൽ തന്നെ തറഞ്ഞു നിന്നുപോയി ഭദ്രൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.